ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഈ നിമിഷം പുറത്തേക്ക് വരികയാണ്. ഈ ഭീകരർ 26 ലക്ഷം രൂപ സ്വരൂപിച്ച് ഏകദേശം 26 കിൻഡൽ NPK ഫെർട്ടിലൈസർ ഗുരുഗ്രാമിൽ നിന്നും നൂഹിൽ നിന്നും വാങ്ങിയതായും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബാലു, ഇതൊക്കെ വാങ്ങുമ്പോൾ ആരും സംശയിച്ചില്ലേ ഇത്രയധികം ഈ NPK ഫെർട്ടിലൈസർ ഒക്കെ അത് IED നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന അതേ കെമിക്കൽസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു, എങ്ങനെ അവർക്ക് വാങ്ങാൻ കഴിഞ്ഞു, ഇത്രയും കാലം എങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ കഴിഞ്ഞു? ആര്യ പറഞ്ഞത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയധികം ഈ കെമിക്കൽസ് ഒക്കെ വാങ്ങുമ്പോൾ, രാസവസ്തുക്കൾ വാങ്ങുമ്പോൾ എന്തുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസികളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരൊറ്റ ലോട്ടിലായിരിക്കില്ല അവർ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഈ അസംസ്കൃത വസ്തുക്കൾ വിവിധ സമയങ്ങളിൽ വ്യത്യസ്തമായ തോതിലായിരിക്കണം വാങ്ങിയിരിക്കുന്നത്. തുടർന്ന് അത് ഒരു സ്ഥലത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ആ പ്രദേശത്ത് അവർ കൊണ്ടുവരികയും അവിടെ അത് ശേഖരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ സർവകലാശാലയിലെ ലബോറട്ടറിയിൽ ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തിനും മറ്റും കൊണ്ടുപോയതെന്ന് വേണം കരുതപ്പെടേണ്ടത്. കാരണം ഇവരെല്ലാം ഈ നല്ല ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇവരാണ് ഈ ഭീകരരെല്ലാം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലബോറട്ടറിയിൽ തന്നെ അവർക്ക് ഈ കെമിക്കൽ പ്രോസസ്സും ഒക്കെ നടത്തുന്നതിന് അവർക്കുള്ള ഈ പരിശീലനമൊക്കെ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ ലഭിച്ചിരിക്കാം. പക്ഷേ അക്കാര്യങ്ങളെല്ലാം ഇനി വ്യക്തമാക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. എന്തുകൊണ്ട് ഇത് അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതൊക്കെ ഇതിൽ തന്നെ ഈ നൂഹിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഗുരുഗ്രാമിന് സമീപത്തുള്ള ഒരു പ്രദേശമാണ് ഈ നൂഹിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ഹരിയാന പോലീസിൻ്റെയും ഡൽഹി സ്പെഷ്യൽ സെല്ലിൻ്റെയും ഒക്കെ റഡാറിലുള്ള ഒരു മേഖല കൂടിയാണ് ആ പ്രദേശം. കാരണം അവിടെ ഒരു സെൻസിറ്റീവ് മേഖലയായിട്ടാണ് ഈ നൂഹ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്രത്തോളം ഇവർക്ക് എങ്ങനെ ഇത് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞു, അതെങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ അന്വേഷണ ഏജൻസികൾ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഒക്കെ വ്യക്തമാക്കുമെന്ന് വേണം നമുക്ക് കരുതേണ്ടത്. പക്ഷേ ഒരു കാര്യം നമുക്ക് കൃത്യമായി തന്നെ പറയാം, 10 അംഗ സംഘമാണ് NIAയുടെ 10 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. ADGP കേരള കേഡർ ഉദ്യോഗസ്ഥനായിരുന്ന വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൻ്റെ അന്വേഷണം അത് വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. വിവിധ തലങ്ങളിൽ ഈ ചോദ്യം ചെയ്യൽ, തെളിവ് ശേഖരണം, അതുപോലെ തന്നെ വിവരശേഖരണം ഒക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രിലിമിനറി റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് കൈമാറണമെന്ന് അമിത്ഷാ NIA DG സദാനന്ദ് ദത്തയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് NIAയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ റിപ്പോർട്ട് കൈമാറുന്നതായിരിക്കും. അതിൽ ഈ ആര്യ ചോദിച്ചതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം സംബന്ധിച്ച് അർജുൻ പീതാംബരനുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം ഓരോ ഘട്ടങ്ങളിൽ ഇപ്പോൾ പുതിയ CCTV ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്.